സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് ഇന്ത്യ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ മാധ്യമ ശൃംഖലയിൽ ഒന്നും ഇന്ത്യക്കുണ്ട്. BBC-യുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 900 സ്വകാര്യ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുണ്ട്. അതിൽ പകുതിയോളം വാർത്താ ചാനലുകളാണ്. ഏകദേശം 19.7 കോടി കുടുംബങ്ങളിലേക്കാണ് ഈ ചാനലുകൾ എത്തിച്ചേരുന്നത്. ഒരു കാലത്ത് ഇത്രയും വലിയ വാർത്താ ശൃംഖലയെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയ നേട്ടമായിട്ടാണ് കണ്ടിരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഷകളിലും പ്രദേശങ്ങളിലുമായി അധികാരത്തെ ചോദ്യം ചെയ്യാനും ജനങ്ങളുടെ ശബ്ദം ഉയർത്താനും കഴിയുന്ന ശക്തമായ മാധ്യമ സംവിധാനമാണിതെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഇന്ന് യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ചാനലുകളുടെ എണ്ണം കൂടിയെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ കുറഞ്ഞു. ചർച്ചകൾ വർദ്ധിച്ചെങ്കിലും സത്യങ്ങൾ മറഞ്ഞുപോകാൻ തുടങ്ങി. വാർത്തകളുടെ ശബ്ദം കൂടിയെങ്കിലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള അവസരം കുറഞ്ഞു. അതായത് വാർത്തകൾ കൂടുതലായി അറിവ് കുറഞ്ഞു. ഇന്ത്യൻ ടെലിവിഷൻ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് പ്രൈം ടൈം ഡിബേറ്റ്. പക്ഷേ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ വിവരങ്ങൾ നൽകാൻ ഏറ്റവും അനുയോജ്യമല്ലാത്ത ഫോർമാറ്റും അതുതന്നെയാണ്. അവതാരകൻ അതിഥികൾ സംസാരിച്ച് തീരും മുമ്പ് ഇടപെടുന്നു. വിഷയത്തിൽ വിദഗ്ധരായ ആളുകളെക്കാൾ മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ നിലപാടുള്ളവരെയാണ് കൂടുതലായി ക്ഷണിക്കുന്നത്. ആലോചിച്ചുള്ള വസ്തുതകളെക്കാൾ ഉറക്കെ പറയുന്ന വാദങ്ങൾക്കാണ് വില കിട്ടുന്നത്. ശാന്തമായ വിശകലനത്തെക്കാൾ വികാര പ്രകടനത്തിനും സംഘർഷത്തിനുമാണ് പ്രാധാന്യം. സത്യാന്വേഷണത്തെക്കാൾ ദേശീയ വികാരം ഉണർത്തുന്ന മുദ്രാവാക്യങ്ങളാണ് കൂടുതൽ ഇടം പിടിക്കുന്നത്. ഫലമോ വളരെയധികം ചൂടുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന വെളിച്ചം വളരെ കുറവാണ്. സുഹൃത്തുക്കളെ, ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല. 1990-കളിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ അതിവേഗം വളർന്നു. എന്നാൽ അതിനൊപ്പം ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പരസ്യ വരുമാനത്തിനായി ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരം തുടങ്ങി. 2014 ശേഷം ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു. അതേസമയം വാർത്താ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദവും വർദ്ധിച്ചു. അങ്ങനെ വിപണിയുടെ സമ്മർദ്ദത്തിൽ തുടങ്ങിയ മാറ്റം പിന്നീട് ഇന്ത്യൻ ടെലിവിഷൻ മാധ്യമങ്ങളുടെ സ്ഥിരം സ്വഭാവമായി മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിൻ്റെ ഉത്തരം മാധ്യമങ്ങളുടെ ബിസിനസ് മോഡലിലാണ്. യഥാർത്ഥ റിപ്പോർട്ടിംഗ് നടത്താൻ ധാരാളം പണം ചെലവാകും. റിപ്പോർട്ടർമാർ സംഭവ സ്ഥലത്ത് പോകണം, വിവരങ്ങൾ പരിശോധിക്കണം, വിവിധ ഉറവിടങ്ങളിൽ നിന്ന് സ്ഥിരീകരണം നേടണം. അതിന് സമയവും ആളുകളും പണവും വേണം. പക്ഷേ സ്റ്റുഡിയോ ചർച്ചകൾ നടത്താൻ അതൊന്നും വേണ്ട. ഒരു അവതാരകൻ, ഒരു സ്റ്റുഡിയോ, ഓൺലൈനിലൂടെ ബന്ധിച്ച് കുറച്ച് അതിഥികൾ, അതുകൊണ്ട് മണിക്കൂറുകളോളം പരിപാടികൾ നടത്താം. ചെലവ് വളരെ കുറവാണ്. പരസ്യ വരുമാനമാണ് പ്രധാന വരുമാന മാർഗം എന്നതിനാൽ കൂടുതൽ കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ് ചാനലുകളുടെ ലക്ഷ്യം. അതിന് ഏറ്റവും എളുപ്പ വഴി സെൻസേഷണലിസമാണ്. ഉറക്കെ വിളിച്ചു പറയുക, വികാരങ്ങൾ ഇളക്കിവിടുക, വിവാദങ്ങൾ സൃഷ്ടിക്കുക. ഇത് കുറച്ചു കാലത്തേക്ക് റേറ്റിംഗ് കൂട്ടും. എന്നാൽ ദീർഘകാലത്തേക്ക് ജനങ്ങളുടെ മാധ്യമങ്ങളിലുള്ള വിശ്വാസം തകർക്കും. മാധ്യമ പഠന ഗവേഷകർ വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാർത്തകളെ അറിവ് നൽകുന്ന സംവിധാനമല്ല, വിനോദമാക്കി മാറ്റുന്ന പ്രവണത ലോകമെമ്പാടും വളരുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ അത് കൂടുതൽ ശക്തമായി. കാരണം ഇവിടെ മത്സരം വളരെ കടുത്തതായിരുന്നു, നിയന്ത്രണം വളരെ ദുർബലമായിരുന്നു. അതോടൊപ്പം രാഷ്ട്രീയ അധികാരവും വലിയ കോർപ്പറേറ്റ് കമ്പനികളും മാധ്യമ ഉടമസ്ഥതയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. അങ്ങനെ പതുക്കെ മറ്റൊരു വലിയ മാറ്റം സംഭവിച്ചു. സംഭവ സ്ഥലത്ത് പോയി വാർത്തകൾ ശേഖരിക്കുന്ന റിപ്പോർട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. അതിനു പകരം സ്റ്റുഡിയോയിലെ അവതാരകനാണ് വാർത്തയുടെ കേന്ദ്രമായി മാറിയത്. ഒരു വാർത്ത ആരാണ് കണ്ടെത്തിയത് എന്നതല്ല പ്രധാനമായത്, ആ വാർത്തയെക്കുറിച്ച് ഏറ്റവും ഉറക്കെ ആരാണ് സംസാരിക്കുന്നത് എന്നത് പ്രധാനമായി മാറിയത്. ഇതാണ് ഇന്ന് ഇന്ത്യൻ ടെലിവിഷൻ മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.